ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ പല ആൾക്കാരും അത് കേട്ടിട്ടുണ്ടാവും. എനിവേ ഏത് സ്റ്റോറിയിൽ നിന്നാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് മാറുക എന്നറിയില്ല. അപ്പോൾ ആ സ്റ്റോറീൻ്റെ എൻ്റെ ഒരു വേർഷൻ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ഒരു രാവിലെ കട തുറന്ന് ജ്വല്ലറി തുറന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഇങ്ങനെ എല്ലാവരും വാച്ച് ചെയ്യുന്ന സമയത്ത് അൺയൂഷ്വൽ ആയിട്ട് അവിടെ ഒരാൾ ഇങ്ങനെ ചുറ്റിത്തിരിയണമെന്ന് കണ്ട്. അപ്പോൾ സെക്യൂരിറ്റിക്ക് അത്ര ഒരു ഓശപശമായിട്ട് തോന്നി, കാരണം ഒരു നാടൻ സെറ്റപ്പിലുള്ള ഒരു കാക്കയാണ് മൂപ്പര്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് അയാൾ ജ്വല്ലറിൻ്റെ തൊട്ടടുത്ത് വന്നു. അവിടെ ഇങ്ങനെ ബൈക്കും ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്, കുറച്ച് നേരം അങ്ങോട്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അപ്പോഴൊരു സുഖം തോന്നിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സെക്യൂരിറ്റിനോട് ഒന്നാണ് പറഞ്ഞാൽ എപ്പോഴാണ് കട സാധാരണ തുറക്കല്, എപ്പോഴാണ് കട അടക്കല് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ സെക്യൂരിറ്റിക്ക് വീണ്ടും സംശയം, ഇയാളെന്തോ ചുറ്റിപ്പൊളിയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പം അയാൾക്ക് പോയി കണ്ടു, ആക്ച്വലി നിങ്ങൾ ഇവിടെ എന്തിനു വന്നതാ, സ്വർണ്ണം വാങ്ങാൻ തന്നെ വന്നതല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ആ കാക്കാൻ്റെ ഫേസ് ആകെ മാറി, ആകെ എന്തോ സങ്കടം. നമ്മളെന്തോ നമുക്കൊന്നും സ്വർണ്ണം വാങ്ങാൻ പറ്റൂലേ, അത് ഇന്ന് സ്വർണ്ണം വാങ്ങാൻ തന്നെ വന്നത്, ഇത് ജ്വല്ലറിയാണ്, അങ്ങനത്തെ ഒരു ടോണിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ ആകെ വിഷമമായി. പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ എൻ്റെ മോക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നതാണ്, എൻ്റെ ഭാര്യയും ഫാമിലിയൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതുവരെ അവരാരും വന്നിട്ടില്ല. ഞാൻ നേരത്തെ ബസ്സിന് ഇങ്ങോട്ട് പോകുന്നതാണ്, എല്ലാവരും കൂടി വണ്ടിയിൽ കൊള്ളൂല, അപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണ ഉള്ളിൽ നിന്നൊരു സ്റ്റാഫ് വരുന്നത്. അപ്പോൾ സ്റ്റാഫ് എന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കാര്യമുണ്ട് മൂപ്പര്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഫാമിലി വരുന്ന വരെ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട, ഉള്ളിൽ വെയിറ്റ് ചെയ്തോളൂ. അവിടെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചായ തരും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോഡലൊക്കെ നോക്കണം, നിങ്ങൾ മൈൻഡിലുള്ള മോഡലൊക്കെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യണേ ഫിക്സ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സെക്യൂരിറ്റിക്ക് അപ്പോഴും ഒരു ഇത് കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പര് ഉള്ളിൽ കയറുമ്പോൾ ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട് സെക്യൂരിറ്റി. അപ്പോൾ അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം അലാം സൗണ്ട് വരും. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജ്വല്ലറി ബാങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മോഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു ബെല്ലമർത്തി കഴിഞ്ഞാൽ ആകെ അലാം സൗണ്ടും, പിന്നെ അതേപോലെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പോകുന്നു, അങ്ങനെ ഒരു എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാലോ. അങ്ങനെ ആ അലാം സൗണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് മെയിൻ ഡോർ ചെയ്തു സെക്യൂരിറ്റി. അതിന് ശേഷം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാഫൊക്കെ വന്ന സമയത്ത് പറഞ്ഞു ഇപ്പം നമ്മൾ നേരത്തെ കയറ്റി വിട്ട ആ കാക്ക അയാൾ സ്വർണം പോക്കറ്റിലിട്ടിരുന്നു. അപ്പോൾ അയാൾ പാവം, അയാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഓടിയിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ എടുത്ത് വരും. അപ്പോൾ അയാൾ നേരെ പേടിച്ചിട്ട് ഇറങ്ങി ഓടിയിട്ട് നേരെ ഉള്ളിൽ ലോക്ക് ചെയ്തിരുന്നല്ലോ മൂപ്പര്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരെ എത്തിയത് ബാത്റൂം ഏരിയയിലാണ്. അപ്പോൾ ഏതോ ഒരു ബാത്റൂം കയറിയാൽ വാതിലടിച്ചു. ആൾക്കാർ വന്നപ്പം ഏതോ ബാത്റൂമിൽ അയാൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ 2-3 ബാത്റൂം അവിടെ ഉണ്ട്, ബാത്റൂം ടോയ്ലറ്റ് ആ സാധനം ഉണ്ട് അവിടെ. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അതിനകത്ത് ഏതോ ഒന്നിലാണ് അയാൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുട്ടി നോക്കുന്നുണ്ട്. അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് മുട്ടി നോക്കിയ ഒരു ഡോറിന്ന് ഒരാൾ തുറന്നിറങ്ങി വന്നു. അപ്പോൾ അത് ഇയാളല്ല, ഈ കാക്കയല്ല, അത് അവൾ കസ്റ്റമറാണ്. അപ്പോൾ അയാൾ ബാത്റൂം കയറിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് അപ്പോൾ ഇതിലേതോ ഒന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ മുട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പം അതൊന്നും ഒരാൾ വന്നു. അപ്പോൾ അതും അയാളല്ല, മീൻസ് ആ കാക്കയല്ല, വേറെ ആരോ ഇറങ്ങി വന്ന. പിന്നുള്ളത് ആകെ ഒരു ടോയ്ലറ്റാണ്. അത് അവർ ചോട്ടി തുറന്നപ്പോൾ അതിനകത്തും ഇല്ല. സോ അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പം രണ്ടാമത് ഇറങ്ങിയ ആ ബാത്റൂമിൽ നിന്ന് ആണ് ആ കാക്ക ശരിക്കും ഇറങ്ങി വന്നത്. പക്ഷെ അയാൾ ബാത്റൂമിൽ കയറിയാൽ നന്നായിട്ട് കുളിച്ച് കുട്ടപ്പനായി. അപ്പോൾ പിന്നെ ആൾ മാറിയല്ലോ, ഇവർക്ക് ആളെ മനസ്സിലായില്ല. അങ്ങനെ ആ കാക്ക അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ശരിക്കും അയാൾ കട്ടതായിരുന്നു. CCTV ഒക്കെ നോക്കിയപ്പോൾ അയാൾ പോക്കറ്റിൽ സ്വർണ്ണം ഇട്ട് പോകുന്നത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കഥ. അപ്പം അങ്ങനെ കുളിച്ച് കുട്ടപ്പനാവുക എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതേപോലെ ആ കാക്ക കുളിച്ച് കുട്ടപ്പനായി ഇറങ്ങിപ്പോയി. ഓക്കെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.